ഇനി മുതൽ കോളിഫ്ലവർ കയ്യിൽ കിട്ടുമ്പോണ്ടല്ലോ ദാ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. പുറം ഭാഗമൊക്കെ ആണെങ്കിലും നല്ലോണം മുരിഞ്ഞ് നല്ല ചൂട് ചായയുടെയും അതേപോലെ തന്നെ ടൊമാറ്റോ സോസിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ്. കണ്ടതാ ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചാലുണ്ടല്ലോ പാത്രം എപ്പോൾ കാലിയായെന്ന് ചോദിച്ചാൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. കണ്ടു നോക്കിയാലോ എങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ നല്ലോണം കഴുകി ഇതാ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. തീരെ അങ്ങോട്ട് ചെറുതല്ല എന്ന ഒരുപാട് വലുതും അല്ലാത്ത രീതിയിൽ കണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മുടെ എല്ലാ കോളിഫ്ലവറും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് ഫ്രൈ ചെയ്തെടുക്കാനും അതേപോലെ തന്നെ കാണാനും ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഇപ്പോൾ കോളിഫ്ലവർ പതുക്കെ ഒന്നും കൂടി ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ വെള്ളം നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം തന്നെ ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കോളിഫ്ലവർ ചേർത്ത് ഏകദേശം 1 മിനിറ്റ് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് നേരം ഒന്നും വേണ്ട. ഒരുപാട് നേരം തിളച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവർ ഒക്കെ ആകെ അങ്ങോട്ട് വെന്ത് പോകും. അത്രയൊന്നും വേണ്ട. ജസ്റ്റ് ആ തിളച്ച വെള്ളത്തിൽ ഒരൊറ്റ മിനിറ്റ് മാത്രം മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് ശരിക്കും ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു അരിപ്പയിലൂടെ അരിച്ച് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. ഇത് മതി. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിൽ പോലും കുറച്ച് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ കോളിഫ്ലവർ ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ ഏത് കറിയാണെങ്കിലും റെഡിയാക്കി എടുക്കാനായിട്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ അത് അവിടെ നിന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് നല്ലോണം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് ആണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോളിഫ്ലവർ എത്രത്തോളം എടുക്കണം അതനുസരിച്ച് വേണം പൊടികളൊക്കെയും ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ ഫുള്ളായിട്ട് എടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് കോൺഫ്ലവറും അതേപോലെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ നമ്മുടെ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ഗരം മസാല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. നല്ലോണം തന്നെ ചതച്ചെടുത്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ല റെഡിമെയ്ഡ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ടൊമാറ്റോ സോസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ മിക്സ് റെഡിയാക്കി നേരത്തെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ഉണ്ടാക്കിയാലുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവേ. കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതേപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശരിക്കും കട്ടകളൊന്നുമില്ലാതെ റെഡിയാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ ഒരുപാട് ഒഴിക്കേണ്ട. ഇതുപോലെ കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി എരിവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ല കളറാണ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്താൽ മതി. വേറെ ഫുഡ് കളർ ഒന്നും തന്നെ ചേർക്കണ്ട കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലവറും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പുറംഭാഗമൊക്കെയാണെങ്കിലും നല്ലോണം തന്നെ മുരിഞ്ഞിരിക്കും. കണ്ടോ ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് വെള്ളം കൂടുതലും ഇല്ല കുറവുമില്ലാതെ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നത് അതാ നമ്മുടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം തന്നെ എല്ലാം കൂടി ഒന്നും കൂടി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മസാലയൊക്കെ ആണെങ്കിലും കോളിഫ്ലവറിലേക്ക് നന്നായിട്ട് തന്നെ ഒന്നും കൂടി പിടിച്ച് വരണം. ഒന്നെങ്കിൽ കൈ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചോ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടി കോട്ടായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കുന്നില്ല, നേരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള ബ്രെഡ് മിക്സർ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടി കറക്കിയെടുത്തത് കേട്ടോ. ബ്രെഡ് കംസും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഓരോ കോളിഫ്ലവറും ഇതുപോലെ ബ്രെഡ് കംസിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടി കോട്ടും കൂടി ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ബ്രെഡ് കംസും കൂടി കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് തന്നെ ഒന്നും കൂടി കോട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കോളിഫ്ലവറും ഇതേപോലെ ഒന്നും കൂടി കോട്ടാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് ഇനി ചെയ്യേണ്ടത്. കണ്ടതാ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലേറ്റ് നിറയെ തന്നെ കോളിഫ്ലവർ ഇതുപോലെ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 ബ്രെഡ് മാത്രം എടുത്ത് ഒന്ന് പൊടിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ.
ഓയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കോളിഫ്ലവറും ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഒരു വശമൊക്കെ റെഡിയായി കഴിയുമ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് 2 വശം നല്ലോണം തന്നെ ഒന്നുകൂടെ മുരിഞ്ഞ് വരുമ്പോൾ കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ പെട്ടെന്ന് തന്നെ ആയിട്ട് വന്നോളും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഒരുപാട് കനത്തിലൊന്നുമല്ലോ നമ്മൾ കട്ട് ചെയ്ത്, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ആവാതെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളും. കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. നമുക്ക് കോരിയെടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ കോളിഫ്ലവർ കിട്ടുമ്പോൾ മിസ് ചെയ്യാതെ ഇതുപോലെയും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുറം ഭാഗമൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ബ്രെഡ് ക്രംസ് ഒക്കെ നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വന്നുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ചായയുടെയും അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനാണ് കുറച്ചും കൂടി നല്ലത്. കണ്ടതാ ഇതുപോലെ. അപ്പോൾ ഒരു പ്ലേറ്റ് നിറയെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാത്രം എപ്പോൾ കാലിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.